എല്ലാവർക്കും വേ ടു വിൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വേ ടു വിൻ ചാനലിൽ ചർച്ച ചെയ്യുന്നത് അധ്യാപക അഭിമുഖ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തേത്, എന്താണ് ഹെൽത്തി കിഡ്സ് പദ്ധതി എന്നാണ്. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി കായിക യുവജനകാര്യ വകുപ്പിൻ്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി SCERT വികസിപ്പിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ് പദ്ധതി. അതായത് പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണ പദ്ധതിയാണ് ഇതെന്ന് ഓർത്തു വയ്ക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി SCERT ആണ് ഈ പദ്ധതി വികസിപ്പിച്ചത് എന്നതുകൂടി ഇതിൽ ഓർത്തു വയ്ക്കുക. കുട്ടികളിലെ മാനസിക സംഘർഷം ഒഴിവാക്കാനും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത്, എന്താണ് ഹെൽത്ത് ബെൽ പദ്ധതി എന്നാണ്. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് 2025-26 അധ്യയന വർഷം മുതൽ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ സൗഖ്യ പരിപാടിയാണ് ഹെൽത്ത് ബെൽ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇത് പുതിയ പദ്ധതിയാണ്. 2025-26 അധ്യയന വർഷത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. ഈ ഹെൽത്ത് ബെൽ പദ്ധതിയിലെ ബെൽ എന്താണെന്നാണ് പറയുന്നത്. ബിഹേവിയറൽ ചേഞ്ച് എഡ്യൂക്കേഷൻ ഫോർ ലിറ്റിൽ ലീഡേഴ്സ് എന്നതാണ് ബെൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിഹേവിയറൽ ചേഞ്ച് എഡ്യൂക്കേഷൻ ഫോർ ലിറ്റിൽ ലീഡേഴ്സ്. ഈ ഹെൽത്ത് ബെൽ പദ്ധതിക്ക് 5 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, പോഷകാഹാരം, ശുചിത്വം പോലുള്ള സ്കൂൾ ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തേത്, 30 തരം ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ഹെൽത്ത് സ്ക്രീനിങ്ങും സൗജന്യ ചികിത്സയുമാണ്. മൂന്നാമത്തേത്, വിരഗുളിക, സാനിറ്ററി നാപ്കിൻ, വാക്സിനുകൾ എന്നിവ പോലുള്ള സേവനങ്ങൾ കുട്ടികൾക്ക് യഥാസമയം ലഭ്യമാക്കുക എന്നതാണ്. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഓരോ കുട്ടിയുടെയും സ്റ്റുഡൻറ്റ് ഹെൽത്ത് കാർഡ് തയ്യാറാക്കി നൽകലാണ്. അഞ്ചാമത്തെ ഘടകം, അടിയന്തര പ്രചരണ കഴിവുകൾ കുട്ടികളിൽ പരിശീലിപ്പിക്കുക എന്നതാണ്. ഹെൽത്ത് ബെൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അധ്യാപകരിൽ നിന്ന് ഹെൽത്ത് മെൻറ്റർമാരും അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് ഹെൽത്ത് അംബാസിഡർമാരും ഉണ്ടായിരിക്കും. ഈ ഹെൽത്ത് മെൻറ്റർമാർ ആഴ്ചകളിൽ ആരോഗ്യ ക്ലാസുകൾ നൽകും. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധം, ലഹരിയുടെ ഉപയോഗം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കൽ, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമഗ്ര ആരോഗ്യമാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താണ് വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ എന്നാണ്. ഓരോ കുട്ടിയെയും മുന്നിൽ കണ്ട് പിന്തുണ കൊടുക്കാൻ കഴിയണമെങ്കിൽ നാം വികസിപ്പിക്കേണ്ട രേഖയാണ് വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ഓരോ കുട്ടിയും വ്യത്യസ്ത കഴിവുകളും സവിശേഷതകളുമുള്ള സമ്പൂർണ്ണ വ്യക്തികളാണ്. ഇവയെല്ലാം സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട് മാത്രമേ ടീച്ചർക്ക് ഓരോ കുട്ടിക്കും അറിവ് നിർമ്മാണത്തിനുള്ള സന്ദർഭങ്ങൾ ഒരുക്കാനും പിന്തുണ നൽകാനും കഴിയൂ. ഓരോ കുട്ടിയെയും അറിയുന്നതിനായി ഇടതടവില്ലാതെ നാം വികസിപ്പിക്കുന്ന രേഖയാണ് വ്യക്തിഗത അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ടീച്ചിങ് മാനുവലിൽ നിന്ന് കുട്ടികളുടെ പഠന പ്രക്രിയയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വ്യക്തിഗത അക്കാദമിക് മാസ്റ്റർ പ്ലാനിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഈ പ്ലാനിൽ നിന്ന് കുട്ടിയെക്കുറിച്ച് ലഭിക്കുന്ന ധാരണകൾ ടീച്ചിങ് മാനുവൽ ആസൂത്രണത്തിലേക്കും പകർന്ന് വളരും. ഇനി പറയുന്നത് വ്യക്തിഗത മാസ്റ്റർ പ്ലാനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. ഒരു കുട്ടിയെക്കുറിച്ചുള്ള വ്യക്തിഗതമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ സാമൂഹ്യ പശ്ചാത്തലം, കുട്ടിയുടെ മികവുകൾ, പരിമിതികൾ എന്നിവ ഉണ്ടായിരിക്കണം. കുട്ടിയുടെ ക്ലാസ് പ്രതിഫലനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന പഠന പ്രക്രിയ സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കുട്ടിയുടെ പഠന പ്രക്രിയ ഉറപ്പാക്കുന്നതിന് നൽകണമെന്ന് ടീച്ചർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കുട്ടിയിൽ കാണുന്ന സവിശേഷമായ മേഖലകളിൽ പഠന പ്രക്രിയയിലെ പുരോഗതി എന്താണെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ പഠന പ്രക്രിയയിലെ വളർച്ച കാണിക്കുന്ന പഠന തെളിവുകളും വ്യക്തിഗത അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരിക്കണം.